ഹലോ ജലകുട്ടീസ് കൂലി ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു ഋതിക് റോഷൻ മൂവി റിലീസായിട്ട് അതിന് പോകാതെ വേറൊരു മൂവിക്ക് FDSന് കയറുന്നത് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് മാൻ ലോകേഷ് കനകരാജ്. ബട്ട് ഐ എം റിയലി സോറി ടു സേ ദിസ്. എനിക്കൊരു ടോട്ടലി ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മൂവി കണ്ടിറങ്ങിയപ്പോൾ കിട്ടിയത്. ആൻഡ് ഇതൊരു ലോകേഷ് കനകരാജ് മൂവി ആണെന്ന് സ്റ്റാർട്ട് ടു എൻഡ് തോന്നിയതേ ഇല്ല. ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ലോകേഷ് കനകരാജ് മൂവി ആയിരുന്നു ഇത്. ആൻഡ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇതിന്റെ കാസ്റ്റിംഗ് മാരക കാസ്റ്റിംഗ് ആയിരുന്നു. ബട്ട് ഒരു കാര്യമില്ലായിരുന്നു. ആൻഡ് രജനി സാർ ഉൾപ്പെടെ എല്ലാവരും വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ആൻഡ് ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ക്ലീഷേ റിവെഞ്ച് സ്റ്റോറി തന്നെയാണ്. ബട്ട് സ്റ്റോറിയിലല്ല കാര്യം, അത് പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഏത് ടോപ്പ് ആക്ടേഴ്സിനെ കൊണ്ടുവന്നാലും അവരെ പ്രസന്റ് ചെയ്യുന്ന ലോകേഷ് കനകരാജിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. ത്രൂ ദ മൂവി അത് മിസ്സിംഗ് ആയിരുന്നു. ആൻഡ് അതിലെടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, വൈ വാസ് അമീർ ഖാൻ കാസ്റ്റഡ് ഫോർ ദിസ് റോൾ? സീരിയസ്ലി, അമീർ ഖാനെ ആ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്ത രീതി അതാണ് ഈ മൂവിയുടെ ഏറ്റവും വലിയ ലെറ്റ് ഡൗൺ ആക്കിയ പാർട്ട്. ആൻഡ് ഐ വാസ് വണ്ടറിങ് ഇത് ലോകേഷ് കനകരാജ് തന്നെ ചെയ്തതാണോ എന്ന്. ശരിക്കും പറയാലോ, ഒരു കോമാളി ഡോൺ ക്യാരക്ടർ ആക്കിയിട്ടുണ്ടായിരുന്നു അമീർ ഖാൻ ഇതിൽ, പ്രത്യേകിച്ച് ആ ലുക്ക് വൈസ്. ആൻഡ് ഇതിൽ എടുത്ത് പറയേണ്ടതും ഈ മൂവിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് അനിരുദ്ധിന്റെ വർക്കാണ്. അന്യായ സ്കോറിംഗ് ആയിരുന്നു. എസ്പെഷ്യലി രജനി സാർ വരുമ്പോഴൊക്കെ BGM ഉണ്ടല്ലോ, തകർത്തു. സോ പുള്ളി തന്നെയാണ് ഒരു പരിധി വരെ ഈ മൂവിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആൻഡ് എന്താണെന്ന് അറിയത്തില്ല, ഈ 2025 എന്ന് പറയുന്നത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് തിങ്സ് നടക്കുന്നതാണ്. കാരണം നമ്മുടെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് അവരുടെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള മൂവീസ് ഇറങ്ങിയിരിക്കുന്നത് ഈ 2025ലാണ്. ആൻഡ് Coolie will be the weakest film by Lokesh Kanagaraj in my opinion, and it's truly unexpected.